മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വർ ജയിലിലേക്ക് സൈബർ അധിക്ഷേപ കേസിലാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. രാഹുലിനെ റിമാൻഡ് ചെയ്തു. യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, സൈബർ അധിക്ഷേപ കേസിലാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിലാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ തെളിവെടുപ്പ് അടക്കം പോലീസ് നടത്തുകയുണ്ടായിരുന്നു. രാഹുലിൻ്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലടക്കം പോലീസ് എത്തി ലാപ്ടോപ്പ് അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരുന്നു. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും രാഹുൽ ഈശ്വറിന് ജാമ്യം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. രാഹുൽ ഈശ്വറിന് റിമാൻഡിലേക്ക് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറഞ്ഞ കാര്യം. സൈബർ അധിക്ഷേപ കേസിൽ ഈ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുള്ള വീഡിയോ ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നും രാഹുൽ ഈശ്വർ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് പ്രധാനമായും പറയേണ്ട കാര്യം. രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. എന്തായാലും രാഹുലിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ശരി, വ്യക്തമാണ്. യുവതിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാഹുൽ ഈശ്വർ ജയിലിലേക്ക്. സൈബർ അധിക്ഷേപ കേസിൽ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രാഹുലിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരായ സൈബർ അധിക്ഷേപം നടത്തുന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി വരുന്നത്. രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് അടക്കം പിടിച്ചെടുത്തിരുന്നു. രാഹുൽ ഈശ്വറുമായി നടത്തിയ തെളിവെടുപ്പിലാണ് പ്രധാന തൊണ്ടിയായ ലാപ്ടോപ്പ് കണ്ടെടുത്തത്. ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്.